സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ രമ്യകം തുടരുന്നു. ഭാഗം 5. സാർ, ഞാൻ ബോധവും വിവരവുമില്ലാത്ത ഒരെടുത്തുചാട്ടക്കാരിയല്ല. ബന്ധങ്ങളും കടപ്പാടും മറന്നിട്ടുമില്ല. സ്നേഹിച്ചതും ലാളിച്ചതുമൊക്കെ ഒരുപാടധികമായിട്ടേ തോന്നിയിട്ടുള്ളൂ താനും. എന്നാലും എനിക്കിതൊക്കെ ചെയ്യാതെ വയ്യ. നന്നായി ആലോചിച്ചിട്ട് തന്നെ എടുത്ത തീരുമാനം. പണമെടുത്തതിന് ലക്ഷ്യമുണ്ട്. കണക്ക് കൃത്യമായി ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യും. എനിക്കറിയേണ്ടത് സാർ എന്നെ സഹായിക്കുമോ എന്നാണ്. സഹായം എങ്ങനെയാണ്? 2 ദിവസത്തേക്ക് എന്നെ ഫ്രീയായി വിടുമോന്ന്. കുറ്റകരമാണ് എനിക്ക്. അറിഞ്ഞാൽ മേലാഫീസർമാർക്ക് ചോദ്യം ചെയ്യാം, നടപടിയെടുക്കാം. ഉണ്ടാവില്ല സാർ. അതിനുള്ളിൽ ഞാൻ എൻ്റെ ചുമതല ചെയ്ത് തീർക്കാം. എന്ത് ചുമതല? ഞാനീ പറഞ്ഞതൊക്കെ. അപ്പനെക്കുറിച്ച് ഒരു അന്വേഷണം അപ്പാപ്പനിൽ നിന്നൊക്കെ അറിയാൻ കഴിയുമായിരിക്കും. എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെ വരാം. പിന്നെ ചുമതല സാറിനെ ഏറ്റെടുക്കാം. സാർ, ഞാൻ യാചിച്ചു പറയുകയാണ്. വല്ലാത്തൊരു റിസ്ക് ആണല്ലോ ഐവി. സാർ പ്ലീസ്, ഐവി പറഞ്ഞു. സാറിൻ്റെ സഹോദരിയെപ്പോലെ കരുതിയിട്ട്. സഹോദരിയായിട്ടൊക്കെ കരുതാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഐവിയെപ്പോലൊരു സുന്ദരിയെ. ചന്ദ്രമോഹൻ ചിരിച്ചു. എന്നാലും ഞാൻ ഈ റിസ്ക് ഏറ്റെടുക്കുന്നു. നോക്കാലോ. ഐവി പറഞ്ഞതിൽ മൊത്തം 25% ഞാൻ വിശ്വസിച്ചിട്ടുള്ളൂ എന്ന് ഓർക്കണം. ബാക്കി 75 കള്ളം. ഐവി വിളറി. 48 മണിക്കൂർ ഞാൻ അനുവദിക്കുന്നു. ഇപ്പോൾ മുതൽ 48 മണിക്കൂർ. 49-ാം മണിക്കൂറിൽ ഐവി എൻ്റെ മുൻപിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അവൾ തലയാട്ടി. എന്നെ പറ്റിച്ച് കടക്കാൻ ശ്രമിച്ചാൽ? ചന്ദ്രമോഹൻ സഗൗരവം തുടർന്നു. പിന്നെ ഞാൻ അന്വേഷിക്കുന്നത് കാണാതായ ഒരു പെൺകുട്ടിയെ ആയിരിക്കില്ല. ഒരു മോഷ്ടാവിനെ, തട്ടിപ്പുകാരിയായ, അങ്ങനെ പല വിശേഷണങ്ങളും കൂടെ ചേർത്തിട്ടായിരിക്കും അന്വേഷിക്കുക. മാത്രമല്ല, എവിടെ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കുകയും ചെയ്യും. ഞാൻ അത്തരക്കാരിയല്ല സാർ. നോക്കാം. എന്നാൽ ഞാൻ വരട്ടെ സാർ. ഐവിയുടെ മുഖം ഒരു പൂ പോലെ വിടർന്നു. നന്നായി ഇരുട്ടിയിരുന്നു. പൂമുഖത്തെ വെളിച്ചത്തിൽ അവൾ ഇറങ്ങിപ്പോകുന്നത് നോക്കി ചന്ദ്രമോഹൻ നിന്നു. ഗേറ്റിനപ്പുറത്ത് ടാക്സിയിൽ കയറുന്നതുവരെ നോക്കി നിന്നു. അവളുടെ ടാക്സി നീങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വയം പുഞ്ചിരിച്ചു പറഞ്ഞുപോയി, സ്മാർട്ട് ഗേൾ. ഫെർണാണ്ടസിൻ്റെ മകൻ ഭാഗ്യവാനാണ്. പിന്നെ പൊടുന്നനവേ ചന്ദ്രമോഹൻ തൻ്റെ ബൈക്കിൽ കടന്നിരുന്നു. അകലെ ആ കാറിൻ്റെ വെളിച്ചം കാണാമായിരുന്നു. അത് ലക്ഷ്യമാക്കി വിട്ടു. കാർ അധികം സഞ്ചരിച്ചില്ല. ഐവി പറഞ്ഞതുപോലെ പള്ളിക്കപ്പുറത്ത് 1 കിലോമീറ്റർ ദൂരം ചെന്നപ്പോൾ കാർ നിന്നു. ഐവി ഇറങ്ങിയത് ശ്രദ്ധിച്ചു. കാർ തിരികെ പോകുന്നതും ശ്രദ്ധിച്ചു. ഇതാണ് അവൾ പറഞ്ഞ വീട്. ഇന്നിവിടെ ഹാൾട്ട്. ചന്ദ്രമോഹൻ പുഞ്ചിരിച്ചു. പിന്നെ തിരികെ ബൈക്ക് വിട്ടു. സ്റ്റേഷനിൽ നിന്ന് ചെന്ന് ഒരു കോൺസ്റ്റബിളിനെ ഏർപ്പാട് ചെയ്ത് താൻ കണ്ട ആ വീട് വാച്ച് ചെയ്യാൻ വിടുകയും ചെയ്തു. പെണ്ണിനിത്തിരി വിരുത് കൂടുതലുണ്ട്. തട്ടിച്ച് കടന്നു കളഞ്ഞാലോ? ടാക്സി പറഞ്ഞു വിട്ടിട്ട് ഐവി നാലുപാടും ഒന്ന് നോക്കി. രാത്രി, അപരിചിതമായ സ്ഥലം. പകൽ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചതാണ്, കണ്ടതാണ്. എന്നാലും രാത്രിയായപ്പോൾ വല്ലാത്തൊരു അപരിചിതത്വം. സ്ഥലം നോക്കി കണ്ടുപിടിച്ചു എന്നതൊഴിച്ചാൽ വീട്ടിലുള്ള ആളെ കണ്ടിരുന്നില്ല. സമയമാകട്ടെ എന്ന് കരുതി. സ്ഥലം തന്നെ കണ്ടെത്തിയത് എത്ര പാടുപെട്ടാ. കോണാട്ടുകരയെന്നും പള്ളിയെന്നും ശവക്കല്ലറയെന്നും ഒക്കെ ഫ്രിഞ്ചിയുടെ ഡാഡിയുടെ വിവരണത്തിലുള്ളൂ. തെരുവോരത്താണ് തൻ്റെ വീടെന്നും വീട്ടുപേര് പോലും പറഞ്ഞിരുന്നില്ല. ശ്രമിക്കാമെന്ന് കരുതി ശ്രമിച്ചു. ഇത്തിരി പ്രായമുള്ളവരെയാണ് തിരഞ്ഞു പിടിച്ച് ചോദിച്ചതും. 10-18 വർഷം മുമ്പ് നാട് വിട്ടുപോയ ചെറിയാനെയും ഭാര്യ ആനിയമ്മയെയും അറിയുന്നവർ ചുരുങ്ങും. ലോറി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞു നോക്കി. പലർക്കും അറിവില്ല. ഒട്ടും നിരാശപ്പെടാതെ അന്വേഷണം തുടർന്നു. ഒടുവിൽ ഒരാൾ ഓർമ്മയിൽ നിന്നും പറഞ്ഞു, ശരിയാ, ലോറി ഡ്രൈവർ ചെറിയാൻ, ഞാൻ ഓർക്കുന്നു. ഒരു ദിവസം കാണാണ്ടായി. ഇത്തിരി വഷളനായിരുന്നു കേട്ടോ. ലോറിക്കാരനല്ലയോ. അയാൾ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ കെട്ടിയോളും ചത്തു. ഒരു കൊച്ചുണ്ടായിരുന്നു. ആണോ പെണ്ണോ ഓർക്കുന്നില്ല. അതിനെന്തു പറ്റിയോ? ഒരു ദിവസം കണ്ടില്ല. അവർ താമസിക്കുന്നത് എവിടെയാണ്? ഹൃദയം തുടികൊട്ടി. ദാണ്ട ആ വളവ് കഴിഞ്ഞ് 3ാമത് കാണുന്ന വീടാ. അവിടെ ഇപ്പോൾ തോമസാ താമസം. ചെറിയാൻ്റെ അനിയനാ. അങ്ങോട്ടൊന്ന് പോകാൻ തിടുക്കം പൂണ്ടു. തൻ്റെ മട്ടും ഭാവവും വേഷവും ശ്രദ്ധിച്ചാകാം ആ മനുഷ്യൻ ചോദിച്ചു, മോളേതാ? എവിടുന്നാ വരണേ? എന്തിനാ ഇതൊക്കെ അറിയുന്നേ? അവൾ അയാൾക്കൊരു 100 രൂപ സമ്മാനിച്ചു. കിഴവന് സന്തോഷമായി. ഞാൻ കുറേ ദൂരേന്നാ എന്ന് പറഞ്ഞ് അയാളിൽ നിന്നും ഒഴിവായി. ആ വഴിയിലൂടെ പലതവണ ഓട്ടോയിൽ സഞ്ചരിച്ചു. വീടും പരിസരവും ഫോട്ടോ പോലെ മനസ്സിൽ പതിച്ചെടുത്തു. ഏത് പാതിരാത്രിക്കും ആ വഴി തിരിച്ചറിയാം. അവിടം തൻ്റെ അപ്പൻ്റെ ചോര പുരണ്ടതാണ്. തൻ്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ വ്യഭിചരിച്ചതും ആ മുറിക്കുള്ളിൽ വെച്ചാണ്. ജഡ്ജി എന്ന തൻ്റെ വളർത്തു പിതാവ് തൻ്റെ അമ്മയെ പ്രാപിച്ചതും അപ്പനെ കാലവരിക്ക് അയച്ചതും ഇവിടെ വെച്ചാണ്. മറക്കാൻ പാടില്ലാത്ത സ്ഥലം.
ഇതുവരെ അറിയപ്പെടാതിരുന്ന സ്ഥലം. ഉറച്ച തീരുമാനത്തോടെ ഐവി മുറ്റത്തേക്ക് കടന്നു ചെന്നു. അകത്ത് ലൈറ്റുണ്ട്, ശബ്ദമുണ്ട്. വാതിൽക്കൽ മുട്ടി. ആരാ? ഒരു പുരുഷൻ ഇറങ്ങി വന്നു. മധ്യവയസ്കൻ. തോമസ്. അപ്പൻ്റെ അനിയൻ. അപ്പാപ്പൻ. ഞാൻ ഐവി. കുറേ ദൂരത്തു നിന്ന് വരുന്നു. തോമസ് അവളെ തുറിച്ചു നോക്കി. പിന്നാലെ എത്തിയ ത്രേസ്യാമ്മയും സൂക്ഷിച്ചു നോക്കി. എവിടുന്നാ കൊച്ചേ വരുന്നേ? എന്തോന്നാ വേണ്ടേ? ത്രേസ്യാമ്മ ചോദിച്ചു. ഞാൻ അകത്തേക്ക് കടന്നോട്ടെ? രാത്രിയായല്ലോ, ഐവി ചോദിച്ചു. ഇരുവരെയും നോക്കി. ഇരുവരും മുഖത്തോട് മുഖം നോക്കി. ഐവി അകത്തേക്ക് കയറുക തന്നെ ചെയ്തു. അകത്ത് 10-18 വയസ്സ് വരുന്ന ഒരാൺകുട്ടി, 15 താഴെ പ്രായം വരുന്ന ഒരു പെൺകുട്ടി. ഇരുവരെയും നോക്കി. ശരിക്കു പറഞ്ഞാൽ തൻ്റെ സഹോദരനും സഹോദരിയും. ഐവി അവരെ നോക്കി ചിരിച്ചു. അവരും ചിരിച്ചു. കൊച്ചേ, ഈ രാത്രിയിൽ കൊച്ചെവിടുന്നാ വരുന്നേ? എന്തോന്നാ കാര്യം? ത്രേസ്യാമ്മയ്ക്ക് ആകെ പരിഭ്രമം. തോമസിനും വല്ലായ്മ തോന്നി. ഞാൻ ഐവി ചെറിയാൻ. ഐവി പറഞ്ഞു. ഐവി ചെറിയാനോ? ഏത് ഐവി ചെറിയാൻ? ചെറിയാൻ്റെ മകൾ. ഐവി കൂസിയില്ല. ചെറിയാൻ്റെ മകളോ? ഏത് ചെറിയാൻ്റെ മകൾ? തോമസിന് ഒട്ടും മനസ്സിലായില്ല. ഓർമ്മയില്ലേ സ്വന്തം ചേട്ടനെ? ലോറി ഡ്രൈവർ ചെറിയാൻ. 18 വർഷം മുമ്പ് നാട് വിട്ട ചെറിയാൻ. ആ ചെറിയാനും ഒരു മകളുണ്ടായിരുന്നില്ലേ? ഓർമ്മയുണ്ടോ? ആ മകളാണ് ഞാൻ, ഐവി ചെറിയാൻ. തോമസ് വല്ലാതെ നടുങ്ങി തെറിച്ചുപോയി. ഐവി ആ നടുക്കം വ്യക്തമായും കണ്ടു. തോമസ് ആ നടുക്കത്തിൽ നിന്നുണരാൻ നിമിഷങ്ങളെടുത്തു. തോമസിൻ്റെ മക്കളായ റോസ്ലിനും ജോയിയും അമ്പരന്ന് നിന്നു. ത്രേസ്യാമ്മയുടെ മുഖം വല്ലാതെ ചുളിഞ്ഞു വന്നു. തോമസിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു. എല്ലാവരുടെയും പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു ഐവി. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ബന്ധുക്കൾ, രക്തബന്ധമുള്ളവർ. ഐവിയുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുമ്പോൾ, എൻ്റെ മോളെ, നീ എവിടെയായിരുന്നു ഇത്രയും നാൾ എന്ന് ചോദിച്ച് അപ്പാപ്പൻ അവളെ കെട്ടിപ്പിടിക്കുമെന്ന്. ഐവിക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയൂ. സ്നേഹവും വാത്സല്യവും മാത്രം കണ്ടും അനുഭവിച്ചും വളർന്നവൾ. അതിനും അപ്പുറത്ത് ഒരു ലോകം പുറത്തേക്കിറങ്ങിയാൽ കാണാമെന്നവൾക്ക് അറിയില്ലായിരുന്നു. ത്രേസ്യ. തോമസ് ഭയത്തോടെ ത്രേസ്യയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ത്രേസ്യ, നീ കേട്ടോ ആ പെണ്ണ് പറഞ്ഞത്? തോമസിൻ്റെ സ്വരത്തിലാകെ ഭീതി നിറഞ്ഞു നിന്നു. കേട്ടു. നിങ്ങളുടെ ഒരു ചേട്ടൻ പണ്ടെങ്ങാണ്ട് പുറപ്പെട്ടു പോയെന്നോ, കെട്ടിയോളും ചത്തുപോയെന്നോ, ഒരു കൊച്ചുണ്ടായിരുന്നതിനെ ആരാണ്ട് കൊണ്ടുപോയെന്നോ ഒക്കെ നിങ്ങൾ പറഞ്ഞിരുന്നത് ഞാനും ഓർക്കുന്നുണ്ട്, ത്രേസ്യാമ്മ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താടീ നമ്മൾ ചെയ്യുക? തോമസ് തലയിൽ കൈവച്ചു. എടീ, ഇടിഞ്ഞു വീടാറായി കിടന്നിരുന്ന പെരയല്ലയോ? എത്ര പാടുപെട്ട് മെഷീൻ ചവിട്ടി കാശുണ്ടാക്കിയാ ഞാനതൊന്ന് ഈ പരുവത്തിലാക്കിയെടുത്തതെന്ന് നിനക്കറിയത്തില്ലയോടി? പിന്നെ എനിക്കറിയത്തില്ലേ? ഞാനോടല്ലയോ പാടുപെട്ടത്. പട്ടിണി കിടന്നിട്ടാ ഞാനും നുള്ളിപ്പറക്കി ഉണ്ടാക്കിയത്. ഓ, നുള്ളിപ്പറക്കി ഉണ്ടാക്കി. ദാണ്ടേ എല്ലാം തീർന്നു. എല്ലാം തീർന്നോ? എങ്ങനെ? നിന്റെ തലയിൽ കളിമണ്ണാണോ? എടീ, ചേട്ടൻ്റെ പേരിൽ പട്ടയം കിട്ടിയ സ്ഥലമായത്. ചേട്ടനാ മുമ്പ് ഇവിടെ ഇരുന്ന പെര വെച്ചതും. പെണ്ണ് ചോദിച്ചാൽ കൊടുക്കണം, അറിയാവോ? ഇടിവെട്ടേറ്റതുപോലെ തരിച്ചു നിന്നുപോയി ത്രേസ്യാമ്മ. ഇത്രയും ഭീകരമായ ഒരു അപകടം ഈ പെങ്കൊച്ച് വന്നതിൻ്റെ പിന്നിലുണ്ടെന്ന് ത്രേസ്യാമ്മ കരുതിയിരുന്നില്ല. എടീ, ചേട്ടനെ നിനക്കറിയത്തില്ല. ആൾ ഇത്തിരി മുസടനാ. വെട്ടെന്ന് തുണ്ടൻ രണ്ട് എന്ന പ്രകൃതമാ, തോമസ് പറഞ്ഞു. അതിനിപ്പോൾ അങ്ങേരില്ലല്ലോ. ഇല്ലെന്നോ? നീ എന്തോ കരുതി? പിന്നെ ഈ പെണ്ണ് വന്നത് എങ്ങനെയാ? അതിനെ വേറെ ആരാണ്ട് കൊണ്ടുപോയി എന്നല്ലേ പറഞ്ഞത്? പറഞ്ഞതും ധരിച്ചിരുന്നതും ഒക്കെ തെറ്റിയെന്ന് കരുതിക്കോ. ചേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. പെണ്ണിനെ കണ്ടുപിടിച്ചു. ഇപ്പോൾ പെണ്ണിനെ ആദ്യമായി പറഞ്ഞു വിട്ടതാ. അല്ലെങ്കിൽ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് ഇത്ര കൃത്യമായി ഇവിടെ എങ്ങനെ അവൾ കടന്നു വരുമെടി? പെണ്ണിൻ്റെ പിന്നാലെ ചേട്ടനും വരും. എല്ലാം തകർന്നു. നമ്മൾ എങ്ങോട്ട് പോകും? കയറിക്കിടക്കാൻ 1 സെൻറ്റ് ഭൂമിയുണ്ടോ? വീടുണ്ടോ? ത്രേസ്യാമ്മ കരഞ്ഞു. ഇതിന് മുടക്കിയ പണം കൊണ്ട് 3-4 സെൻറ്റ് മണ്ണ് മേടിക്കായിരുന്നു. ഓല മടക്കി വെച്ചാണെങ്കിലും തല ചായ്ച്ച് കിടക്കായിരുന്നു. എല്ലാവരും പറഞ്ഞ് ചേട്ടൻ തിരിച്ചു വരത്തില്ലടാ, കൊച്ചു വരത്തില്ല, നീ കയറി താമസിക്കടാന്ന്. താമസിച്ചു, വൃത്തിയാക്കിയിട്ടു, സൂക്ഷിച്ചു. പക്ഷെ അങ്ങേര് വന്നാൽ ഇറങ്ങടാന്ന് പറയും. ന്യായം ഒന്നും നോക്കില്ല. നാട്ടുകാരും സൈഡ് പറയും. അങ്ങേരുടെ പേരിലല്ലയോന്ന്. എന്തോ ചെയ്യും? തോമസിന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയായി. 10-18 വർഷം എങ്ങാണ്ട് പോയി കിടന്നേച്ച് വന്നാലും വീട് കൊടുക്കാൻ പറ്റുമോ? ത്രേസ്യാമ്മ ഉണർന്നു. അത് നടക്കുകയില്ല. എടി, ചേട്ടൻ്റെ പേരിലാ പട്ടയം. അതും പോരാത്തതിന് ഞാൻ പറഞ്ഞില്ലേ ആള് പെശകാന്ന്. ആയിക്കോട്ടേന്ന്, മാറിക്കൊടുക്കാം. നമ്മൾ മുടക്കിയ തുക കിട്ടണം. എന്നാ മാറാം. അത് ന്യായമല്ലേ? ന്യായമൊക്കെയാ. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ. ഇപ്പോൾ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? വാ, നമുക്ക് അവളോട് തന്നെ കാര്യം തുറന്നങ്ങ് പറയാം. ത്രേസ്യാമ്മ തന്നെ ധൈര്യവതിയായി പുറത്തേക്ക് വന്നു. പിന്നാലെ തോമസും. ഐവി ജോയിയോടും റോസിലിനോടും അതും ഇതും സംസാരിക്കുകയായിരുന്നു.
കേട്ടോ, എന്തോന്നാ പേരെന്ന് പറഞ്ഞത്? ത്രേസ്യാമ്മ തുടക്കമിട്ടു. ഐവി. അവൾ പറഞ്ഞു കൊടുത്തു. ആ, ഐവി കൊച്ചേ, എന്തോന്നാ ഇപ്പോഴീ വരവിൻ്റെ ഉദ്ദേശം? ഉദ്ദേശം? ഐവി ഒന്ന് വിളറി പതുങ്ങി. നിങ്ങളെയൊക്കെ കാണാൻ മാത്രമോ? പറ്റിയാൽ കൂടെ താമസിക്കാൻ. ആ, അങ്ങനെ വരട്ടെ, കൂടെ താമസിക്കാൻ. പിന്നെ സൗകര്യമായിട്ട് ഇറക്കി വിടാലോ. അത് നടപ്പില്ല. ഇറക്കി വിടാനോ? ആരെ? ഐവി അമ്പരന്നു. ഞങ്ങളെ അല്ലാണ്ട് ആരെയാ? എൻ്റെ കൊച്ചേ, ഞങ്ങൾ എന്നാ ഇത്ര മണ്ടന്മാരാണോ? 10-18 കൊല്ലം വെറുതെ കിടന്നിരുന്നേൽ ഈ വീടിപ്പം നിലം പൊത്തിയേനെ. അടിച്ചുവാരിയും ചെതലെടുക്കാതെയും സൂക്ഷിച്ചു ഉണ്ടാക്കിയ കാശൊക്കെ മുടക്കി എല്ലാം നന്നാക്കിയിട്ടു. എന്നിട്ടിപ്പോൾ ഓടി വന്ന് അവകാശം പറഞ്ഞാൽ ഇതെന്നാ വെള്ളരിക്കാപ്പട്ടണമാണോ? അമ്മാമ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഐവി ആകെ വിഷമത്തിലായി. ആരാ ഇറക്കി വിടുന്നേ? ആരാ അവകാശം പറഞ്ഞത്? ഞാനോ? പിന്നല്ലാണ്ട് ആരാ? ഞാൻ അവകാശം പറഞ്ഞു. നിങ്ങളൊക്കെ എനിക്ക് ആകെയുള്ള ബന്ധുക്കൾ. ഒരേ ചോര. അല്ലാതെ വീടിനെയല്ല. ഈ വീട് എനിക്ക് വേണ്ട. പിന്നിപ്പോൾ വന്നതെന്തിനാ? വന്നത് പറഞ്ഞല്ലോ, കാണാൻ. പറ്റിയാൽ താമസിക്കാൻ. അത് തെറ്റായോ? തെറ്റൊന്നുമില്ല. ഒടുവിൽ അപ്പനും മോളും കൂടി ഞങ്ങളെ തെരുവിൽ ഇറക്കാതിരുന്നാൽ മതി. അല്ലെങ്കിൽ ഇറങ്ങാം. നഷ്ടപരിഹാരം തരണം. ഞങ്ങൾ മുടക്കിയ കാശ്. അപ്പനും മോളും എന്ന് പറഞ്ഞത് നിന്റെ അപ്പനെ കൂട്ടിയല്ലേ നീ വന്നത്? എൻ്റെ അപ്പൻ? അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അപ്പോൾ ചേട്ടനല്ലേ ഇങ്ങോട്ട് നിന്നെ അയച്ചത്? തോമസ് ചോദിച്ചു. അപ്പൻ ജീവിച്ചിരിക്കുന്നു എന്ന് അപ്പാപ്പൻ വിശ്വസിക്കുന്നോ? ഐവി ചോദിച്ചു. അല്ലാണ്ട് പിന്നെ. ചത്തതായിട്ട് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഒരു വിവരവും കിട്ടിയിട്ടുമില്ല. അപ്പോൾ പിന്നെ അറിയിപ്പൊന്നും കിട്ടാൻ സാധ്യതയില്ല. മരിച്ചിരിക്കാം. ഐവി നെടുവീർപ്പിട്ടു. മോൾക്ക് പിന്നെ ഈ വീടൊക്കെ പറഞ്ഞു തന്നതാരാ? അന്വേഷിച്ച് കണ്ടെത്തി. നിന്നെ ഒരു വക്കീലോ മറ്റോ ആയിരുന്നല്ലോ അന്ന് കൊണ്ടുപോയത്? തോമസ് ചോദിച്ചു. അതെ, മക്കളില്ലാത്ത ഒരു വക്കീൽ എന്നെ കൊണ്ടുപോയി. എൻ്റെ അപ്പാപ്പൻ്റെ കൈവഴിയിൽ എന്നെ ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നിരിക്കാം. തെരുവോരത്തിരുന്ന് കരഞ്ഞപ്പോൾ തോന്നി എടുത്തുകൊണ്ടുപോയി. തോമസിൻ്റെ മുഖം കുനിഞ്ഞു. എന്നേ അമ്മ മരിച്ചതാണ്. അപ്പന് മക്കളിൽ വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. ചെറിയാൻ ചേട്ടനും താനും ഇളയ പെങ്ങളും മേരിയും. എല്ലാവരും അവരവരുടെ വഴി സ്വയം തിരഞ്ഞെടുത്തു. മേരി ഒരുത്തൻ്റെ കൂടെ പോയി. ചേട്ടൻ്റെ ഒളിച്ചോട്ടം നടക്കുമ്പോൾ താൻ ഉത്തരവാദിത്വമില്ലാത്തവനായി അലഞ്ഞു നടക്കുകയായിരുന്നു. ഇതൊക്കെ പറഞ്ഞാൽ ഈ പെങ്കൊച്ചിന് മനസ്സിലാകുമോ? അങ്ങനെ ഒരു കുട്ടിയെ എന്നേ മറന്നു കളഞ്ഞതാണ്. അല്ല, ഞാൻ ചോദിച്ചത് വക്കീല് മോളെ പറഞ്ഞു വിട്ടതാണോ അതോ മോള് തന്നെ പോന്നതാണോ? തോമസിന് ആശങ്ക തീരുന്നില്ല. ഞാൻ തന്നെ പോന്നതാണ്. അതെന്തിനാന്നാ ഞാൻ ചോദിക്കുന്നേ? പറഞ്ഞല്ലോ, എൻ്റെ ബന്ധുക്കളെ കാണാനെന്ന്. ആദ്യം ബന്ധുക്കളെ കാണാൻ, പിന്നെ ഒപ്പം താമസിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ തനി നിറ ഇറക്കും. ബാക്കിയുള്ളവർ തെരുവിലാകും. തോമസ് വല്ലാതെ വിഷമത്തിലായി. ആ, അപ്പാപ്പനെ എന്നെ എടുത്തു വളർത്തിയ വക്കീലിനെ അറിയാമായിരുന്നോ? ഐവി ചോദിച്ചു. അറിയാമായിരുന്നോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്, മിണ്ടിയിട്ടില്ല. ആവശ്യം വന്നില്ല. അവരൊക്കെ വലിയ ആളുകളല്ലേ. എവിടാണ് ആ വക്കീൽ താമസിച്ചിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? അത് ഓർക്കുന്നുണ്ട്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അത് വിറ്റിട്ട് അവരന്ന് പോയതും. പിന്നെ അങ്ങേരുടെ തറവാട് അതിനപ്പുറത്ത് ഇപ്പോഴും ഉണ്ട്. അങ്ങേരുടെ ചേട്ടനും മക്കളുമാ താമസം. വലിയ സ്വത്തുകാരാ. വലിയ വീട്. കുളത്തിങ്കൽക്കാരെന്ന് വെച്ചാൽ വലിയ കേൾവിയല്ലോ. കുളത്തിങ്കൽ. ഐവിയുടെ മനം ആ പേര് ആവർത്തിച്ചുരുവിട്ടു. പപ്പയുടെ തറവാട്ടുകാർ. പക്ഷേ ഈ സ്ഥലത്തോ ഈ പറയുന്ന തറവാട്ടിലോ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളതായി താൻ ഓർക്കുന്നില്ല. ഒരുപക്ഷെ വന്നിട്ടുള്ളത് തന്നെ കൂടാതെ ആയിരിക്കാം. അതാണ് താൻ അറിയാതിരുന്നതും. എന്താ മോൾ ഓർക്കുന്നത്? ത്രേസ്യാമ്മ ചോദിച്ചു. അത് എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ. ഐവി മനഃപൂർവ്വം സംഭാഷണം വഴിതിരിച്ചു. ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവായിരുന്നു. ഉള്ളതീ പങ്ക് തരാം. കൊച്ചു കൈ കഴുകിയാട്ടെ. ത്രേസ്യാമ്മ അടുക്കളയിലേക്ക് വലിഞ്ഞു. എല്ലാവരും കൈ കഴുകി വന്നു. താഴെ നിരത്തിയിട്ടിരിക്കുന്ന പലക. മറ്റുള്ളവർ അതിലിരിക്കുന്നത് ശ്രദ്ധിച്ച് ഐവി നിന്നു. അവൾക്ക് ആ ഇരിപ്പിടം ഒട്ടും പരിചയമില്ലാത്തതാണ്. അവളുടെ വീട്ടിൽ വേലക്കാർക്ക് പോലും ടേബിളുണ്ട്. അടുക്കളയിൽ ജോയിയും റോസ്ലിനും അവളെ ശ്രദ്ധിക്കുകയായിരുന്നു അതുവരെ. വില കൂടിയ അവളുടെ ഡ്രസ്സുകൾ, കാലിൽ കിടക്കുന്ന ചെരുപ്പ്, അലങ്കാരങ്ങൾ, കയ്യിലുള്ള ബാഗും ബ്രീഫ് കേസും ഒക്കെ. വക്കീലല്ലേ വളർത്തിയത്? ഒരുപാട് പണമുള്ള വക്കീലല്ലേ? ബാഗിൽ പണമുണ്ടാകുമോ? എന്താ കൊച്ചെ ഇരിക്കാത്തത്? ത്രേസ്യാമ്മ കഞ്ഞിയും കപ്പപ്പുഴുക്കും മീൻകറിയും ഒക്കെ വിളമ്പി നിരത്തി. ഓ, ഞാൻ ഇരിക്കാൻ ഭാവിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരുന്ന് വശമില്ല അല്ലയോ? അങ്ങനെയല്ല, ദാ ഞാൻ ഇരിക്കാൻ പോവുക. പലകമേൽ അവൾ പെട്ടെന്നിരുന്നു.
ദിവസവും ചെയ്യുന്ന യോഗാസന പ്രാക്ടീസ് വശമുള്ളതുകൊണ്ട് 2 കാൽപ്പത്തിയും വിരിച്ച് മടിയിലാക്കി പദ്മാസനത്തിലാണ് ഇരുന്നതെന്നു മാത്രം. അവിടെ കൂട്ടച്ചിരി ഉയർന്നു. ഐവി ജാള്യതയോടെ നോക്കി. പിന്നെ പദ്മാസനം മാറ്റി. എങ്കിലും ആ കഞ്ഞിയും കപ്പയും മീൻകറിയും അവൾ അകത്താക്കുന്നതിന് എടുത്ത സമയത്തിനകം 5-6 തവണ തിരിഞ്ഞും മറിഞ്ഞും ഇളകിയും കാൽമടക്കിയും നിവർന്നും ഒക്കെ ഇരുന്നു എന്നു മാത്രം. മറ്റുള്ളവർക്ക് വല്ലാതെ ചിരി പൊട്ടിയിരുന്നു. ഒരു തവണ റോസ്ലിയുടെ നെറുകയിൽ കഞ്ഞിയും മീൻകറിയുടെ എരിവും കയറുകയും ചെയ്തു. അവൾ ചുമച്ചു, കണ്ണു നിറഞ്ഞു. വല്ലവിധേനയും ആഹാരം കഴിഞ്ഞപ്പോൾ അവൾക്ക് തന്നെ ആശ്വാസമായി. യജ്ഞം കഴിഞ്ഞതുപോലെ കൈ കഴുകി എല്ലാവരും വീണ്ടും വന്നു. വക്കീലിനെമ്പാടും പൈസയില്ലേ കൊച്ചേ? ത്രേസ്യാമ്മ വീണ്ടും വിഷയത്തിലേക്ക് വരികയാണ്. ആ ഉണ്ട്, ഇപ്പോൾ വക്കീലല്ല, ജഡ്ജിയാണ്. ഐവി താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. ഊവോ, എന്നാ ആള് കേമനാണല്ലോ. വലിയ ബംഗ്ലാവാണോ വീട്? എത്ര നിലയിലാ വീട് കെട്ടിയിരിക്കുന്നേ? 2 നില. അല്ല, അയാൾ വലിയ വീട്ടിലൊക്കെ താമസിച്ചിട്ട് കൊച്ചു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുമോ? ത്രേസ്യാമ്മ ഊന്നി ചോദിച്ചു. പിന്നെന്താ, ഞാൻ ജഡ്ജിയുടെ മകളല്ലല്ലോ, ലോറി ഡ്രൈവർ ചെറിയാൻ്റെ മകളല്ലേ? ഐവി പെട്ടെന്ന് ചോദിച്ചു. ത്രേസ്യാമ്മയുടെ നാവടഞ്ഞു, ചങ്കിടിച്ചു, ആകെ വിഷമിച്ചു. ഇവൾ പോകാൻ വന്നതല്ല. തോമസും അങ്ങനെ തന്നെ തീർച്ചപ്പെടുത്തി. അപ്പോൾ അവകാശം അങ്ങ് ഉറപ്പിച്ചു അല്ലേ? അവകാശമോ? ഐവിക്ക് മനസ്സിലായില്ല. അതെ, അപ്പൻ്റെ അവകാശം. ഞങ്ങളങ്ങനെ ചുമ്മാ പോകില്ല കൊച്ചേ. 4 ആൾ അറിയട്ടെ. സത്യം പലർക്കും അറിയാമല്ലോ. ഞങ്ങളെന്നാ വഴിയിൽ കിടക്കുമോ? ഇത് നല്ല കൂത്ത്. ത്രേസ്യാമ്മയ്ക്ക് സങ്കടവും ദേഷ്യവും ഉണ്ടായി. ഐവി സ്തംഭിച്ചു പോയി. ഇവർ ഇതുവരെ പറഞ്ഞത് എന്തെന്ന് ഐവിക്ക് ഇപ്പോഴേ മനസ്സിലായുള്ളൂ. അവൾക്ക് സങ്കടമാണ് വന്നത്, വല്ലാത്ത സങ്കടം. അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. മെല്ലെ അവൾ എണീറ്റു. ബ്രീഫ് കേസ് എടുത്തു പൂട്ടു തുറന്നു നിവർത്തി. കണ്ടുനിന്ന 4 പേര് സ്തംഭിച്ചു പോയി. 100ൻ്റെ നോട്ടുകൾ കെട്ടുകെട്ടായി അടുക്കിയിരിക്കുന്നു. കണ്ടോ? 100 രൂപ നോട്ടുകൾ. ഇതുപോലെ എത്ര വീടുകൾ വാങ്ങാനുള്ള തുകയുണ്ടെന്ന് കൃത്യമായി എനിക്കറിയില്ല. ബ്രീഫ് കേസ് അടച്ചു വെച്ചിട്ട് അവൾ പറഞ്ഞു. മനസ്സിലായല്ലോ, എൻ്റെ ഉദ്ദേശം ഈ വീടല്ല എന്ന്, ഇതെനിക്ക് ആവശ്യമില്ല എന്ന്. 4 പേരും ഒന്നും മിണ്ടിയില്ല. ഐവിയുടെ കണ്ണുകൾ തുളുമ്പിയപ്പോൾ തോമസും ത്രേസ്യാമ്മയും വല്ലാതെയായി. അവരുടെ ആശങ്ക തീർന്നു, മനസ്സ് തെളിഞ്ഞു. സ്നേഹത്തോടെ അവരവളെ സ്വീകരിച്ചു. റോസ്ലിയുടെ അടുത്ത് തറയിൽ അവൾക്കായി പായ വിരിച്ചു. എല്ലാവരും ഉറങ്ങിയിട്ടും ഉറങ്ങാനാവാതെ ഐവി മാത്രം ഉണർന്നു കിടന്നു. പിറ്റേന്ന് കോണാട്ടുകര പള്ളിയുടെ സിമിത്തേരിയിൽ ഐവി നിന്നു, ഒരു കല്ലറയ്ക്ക് മുൻപിൽ. ഐവി ആ കല്ലറയുടെ ഏറ്റവും മുകളിൽ എഴുതിയിരുന്ന അക്ഷരങ്ങൾ വായിച്ചു. കുളത്തിങ്കൽ കുടുംബം വക. വലിയ വലുപ്പത്തിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾക്ക് താഴെ 4 കല്ലറകൾ. 4 കുളത്തിങ്കൽ കുടുംബം വക. ഐവി വിഷമത്തിലായി. ഇതിലേത് കല്ലറയ്ക്കുള്ളിലാണ് തൻ്റെ അപ്പൻ്റെ ശവശരീരം ഇട്ടിരിക്കുക? വലിയ പണക്കാരല്ലേ, വലിയ തറവാട്ടുകാരല്ലേ. വമ്പിച്ച തുക പള്ളിക്ക് കൊടുത്ത് കുറച്ച് ശവപ്പറമ്പ് കൈവശപ്പെടുത്തിയിരിക്കുന്നു. 4 ശവക്കല്ലറ എന്തിന്? ആദ്യത്തെ ശവക്കല്ലറയെ ഐവി ശ്രദ്ധിച്ചു. നന്നായി മാർബിൾ പാകിയ കല്ലറ. തലയ്ക്കലുള്ള കുരിശുരൂപത്തിന് താഴെ ആർച്ച് പോലുള്ള മാർബിൾ ഫലകത്തിൽ കൊത്തിയിരിക്കുന്ന പേര് വായിച്ചു. കുളത്തിങ്കൽ ഈപ്പച്ചൻ. ജനനം 12/4/1908. മരണം 24/6/1970. 10-21 വർഷം മുമ്പ് മരിച്ചു. കല്ലറയും കെട്ടി. ഇതാരായിരിക്കും ഈപ്പച്ചൻ? അടുത്ത മാർബിൾ ഫലകം വായിച്ചു. കുളത്തിങ്കൽ മറിയാമ്മ ഈപ്പച്ചൻ. ജനനം 4/5/1912. മരണം 30/8/1969. ഈപ്പച്ചൻ എന്നയാളിൻ്റെ ഭാര്യ. 2 മരണങ്ങളും തമ്മിൽ വലിയ കാലാന്തരമില്ലായിരുന്നല്ലോ. അടുത്ത കല്ലറകളിൽ മാർബിൾ ഫലകങ്ങളില്ല, പേരുകളില്ല. പായലും മണ്ണും പിടിച്ച് കട്ടിയായി കിടക്കുന്നു. അതിനുള്ളിൽ ആരും ഇല്ലാത്തതാണോ? ആരും മരിച്ചിട്ടില്ലേ? ഈ 4 കല്ലറയ്ക്കുള്ളിൽ ഏതിലാണ് തൻ്റെ അപ്പനെ കൊണ്ടുവന്നിട്ടിരിക്കുക? എങ്ങനെ അറിയും? ആരിൽ നിന്നറിയും? അറിയാവുന്ന 2 പേരിൽ ആരാണത് പറഞ്ഞു തരിക? ഐവി ചുറ്റും നോക്കി. 4 പാടും ശവക്കല്ലറകൾ. മാർബിൾ കല്ലറകൾ വേറെയില്ല. അല്ലാത്തവയുണ്ട്. ചിലവയുടെ തലയ്ക്കൽ കുരിശു മാത്രം. ഈ കല്ലറകളിൽ ഉറങ്ങുന്ന ആർക്കെങ്കിലും പറയാനാവുമോ 18 വർഷം മുമ്പ് നടന്ന ആ ക്രൂരമായ ചതിയെപ്പറ്റി? ഏത് കല്ലറയ്ക്കുള്ളിലാണ് ആ ചോര പുരണ്ട ശരീരമെന്ന് പറയാനാവുമോ? അല്ലെങ്കിൽ ഞാൻ ഈ കല്ലറയ്ക്കുള്ളിലാണ് എന്ന് പറഞ്ഞു തരാൻ അപ്പന് തന്നെ കഴിയുമോ? ഐവി സങ്കടത്തോടെ പറഞ്ഞു. അപ്പാ, ഇതാ ഞാൻ, അപ്പൻ്റെ മകൾ ഐവി. അപ്പനെ ക്രൂരമായി കൊന്ന ആളുടെ ചോര പുരണ്ട കൈകളുടെ ലാളനയേറ്റ് വളർന്ന ഐവി. എന്തിനാണപ്പാ ഈ മകൾക്ക് ഈ ക്രൂരമായ വിധി വച്ചിരുന്നത്? ഇത്രയ്ക്കും പാപം ഈ മകൾ എന്താണപ്പാ ചെയ്തത്?
എനിക്കിനി ആ മനുഷ്യനെ കാണണ്ട, ആ വീട്ടിൽ ജീവിക്കണ്ട, പണവും പദവിയും വേണ്ട. ഇവിടെ അപ്പൻ്റെ മകളായി ജീവിച്ചാൽ മതി, ഞാൻ അങ്ങനെ അറിയപ്പെട്ടാൽ മതി. അപ്പനെ കൊന്നവൻ്റെ സ്നേഹവും പണവും എനിക്ക് വേണ്ട. എന്നിട്ട് ഞാൻ 1,50,000 രൂപ കൊണ്ടുപോന്നു. എന്തിനെന്നോ? ചിലവുണ്ട്. കണ്ടോളൂ എന്തിനു വേണ്ടി ഞാനത് ചിലവഴിക്കുന്നുവെന്ന്. ഒരു സങ്കടമേയുള്ളൂ, അപ്പനെ എനിക്ക് ഓർമ്മയില്ല. മുഖം പോലും ഒരു ഫോട്ടോയെങ്കിലും എങ്ങുമില്ല. സ്വപ്നത്തിലെങ്കിലും അപ്പനൊന്ന് വന്ന് അപ്പൻ്റെ രൂപം കാട്ടി തരുമോ? മുഖമെങ്കിലും എനിക്ക് ഓർമ്മിക്കാനാണ്. ഐവി ശ്മശാനത്തിൽ നിന്നും മെല്ലെ ഇറങ്ങി. രാവിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞു പോന്നതാണ്. ഉദ്ദേശം കല്ലറ കണ്ടുപിടിക്കുക എന്നതായിരുന്നു. ഭാഗികമായി കഴിഞ്ഞു. പക്ഷെ കൃത്യം ഏതിലാണ് അപ്പൻ്റെ എന്നറിയില്ല. കണ്ടുപിടിക്കണം, എങ്ങനെയും കണ്ടുപിടിക്കണം. ഐവി തിരികെ വീട്ടിലെത്തുമ്പോൾ തോമസ് തയ്ക്കാൻ പോകാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. റോസ്ലി സ്കൂളിൽ പോയി കഴിഞ്ഞു. ജോയി സ്ഥലത്തില്ല. 10ാം ക്ലാസ് തോറ്റ് പഠനം നിർത്തിയിട്ട് മുക്കവലിയിൽ സൊറ പറഞ്ഞിരിപ്പാണ് അവൻ്റെ ഇപ്പോഴത്തെ തൊഴിൽ. തോമസ് ഒരു കടയിലിരുന്ന് തയ്ക്കുകയാണ്. മെഷീൻ സ്വന്തമല്ല, ശമ്പളത്തിന് തയ്ക്കുകയാണ്. അപ്പാപ്പനിന്ന് പോകണോ തയ്ക്കാൻ? ഐവി ചോദിച്ചു. ഉവ്, പോകാതിരുന്നാലോ? എൻ്റെ മോളെ, അങ്ങേരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. എന്തു ചെയ്യാം? പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് നിരങ്ങാലോ. സ്വന്തമായിട്ട് തയ്യൽ മെഷീൻ ഇല്ല മോളെ. വല്ലവൻ്റെയും സാധനം ഉപയോഗിക്കുമ്പോൾ അവർ പറയുന്നതൊക്കെ കേൾക്കണ്ടായോ? കിട്ടുന്നതോ തുച്ഛമായ തുക. 6 പിശുക്കനാ അതിയാൻ. എന്നാലും വേറെ വഴിയില്ല മോളെ, പോകണം, തോമസ് പറഞ്ഞു. എന്നാൽ ഐവി പറയുന്നു, അപ്പാപ്പൻ ഇന്നു മുതൽ പോകുന്നില്ല. ഇന്നു മുതൽ പോകുന്നില്ലേ? അതെന്നാ? തോമസിന് മനസ്സിലായില്ല. ഞാനും അപ്പാപ്പനും കൂടി ടൗണിൽ പോകുന്നു, സ്വന്തമായി മെഷീൻ വാങ്ങിക്കുന്നു. ഉള്ളതാണോ മോളെ? തോമസിൻ്റെ കണ്ണിൽ അമ്പരപ്പ്, മുഖത്ത് സന്തോഷം. ഒരു മെഷീനല്ല, 10 മെഷീൻ. 10 എണ്ണം. 10 എണ്ണമോ? അതെ, കവലയിൽ ഒരു മുറിയെടുത്ത് ഇനി മുതൽ മെഷീനുകൾ ഇട്ട് തയ്യൽക്കട തുടങ്ങുക. 10 പേർക്ക് അപ്പാപ്പൻ ജോലി കൊടുക്കുന്നു, 10 പേർ തയ്ക്കുന്നു. അപ്പോപ്പൻ മുതലാളിയും ഒക്കെ ഞാൻ ഏറ്റു. എൻ്റെ പൊന്നുമോളെ, തോമസിൻ്റെ മുഖം തെളിഞ്ഞു, സൂര്യോദയം പോലെ. ഐവി ബ്രീഫ് കേസ് തുറന്നു. 100ൻ്റെ 1-2 കെട്ടുകൾ എടുത്ത് തോമസിന് നീട്ടി. അയാൾ ഭയന്നുപോയി. 100ൻ്റെ കെട്ടുകൾ. ഇന്നലെ ബ്രീഫ് കേസിലെ പണം കണ്ടപ്പോൾ മുതൽ അയാൾ ആകെ ഭയത്തിലാണ്. ജോയിക്ക് എന്ത് പണി ചെയ്യാനാണ് ആഗ്രഹം? അവനൊരു മുറുക്കാൻകട തുടങ്ങാൻ പണം വേണമെന്ന് പറഞ്ഞ് എന്നും അലട്ടും. ഞാൻ എന്നാ വേണം? ചിട്ടിയുണ്ട്. പെണ്ണിനെ ഉദ്ദേശിച്ചാ? തുടങ്ങിയേ ഉള്ളൂ, പിടിക്കാറായില്ല. അതും പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ വഴക്കാ. അത് തുടങ്ങിക്കോ. ഒരു മുറുക്കാൻകട ഇടപാട് ചെയ്തോളൂ, നമുക്ക് ആരംഭിക്കാം. എൻ്റെ മോള് ദേവതയാ. എല്ലാം കേട്ടു നിന്നിരുന്ന ത്രേസ്യാമ്മ ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞേ, അറിവില്ലാണ്ട് ഞങ്ങൾ പറഞ്ഞതൊക്കെ അങ്ങ് ക്ഷമിച്ചു കള. ഐവി ചിരിച്ചു കാട്ടി. ഈ കാശൊക്കെ ആ ജഡ്ജി അദ്ദേഹം തന്നു വിട്ടതാണോ? അല്ല, എൻ്റെ അക്കൗണ്ടിലുള്ള പണമാണ്. ഞാൻ എടുത്തു, ഇനിയുമുണ്ട്. മോൾക്ക് എന്നാ ജോലി? ഒന്നുമില്ല. പിന്നെ ഈ കാശ് അദ്ദേഹം ബാങ്കിലിട്ടതാണോ? അതെ, എൻ്റെ ഇഷ്ടത്തിന് ചിലവഴിക്കാൻ. ത്രേസ്യാമ്മയുടെ കണ്ണു തള്ളി. അപ്പാപ്പൻ എനിക്കൊരു ഉപകാരം ചെയ്യണം, ഐവി പറഞ്ഞു. എന്താണേലും പറഞ്ഞോ, അപ്പാപ്പൻ ചെയ്യാം, തോമസ് പറഞ്ഞു. ഇവിടുത്തെ പള്ളിയിലെ കപ്പ്യാരില്ലേ? ഐവി പതിയെ പറഞ്ഞു. ആ കപ്പ്യാര് കുര്യച്ചൻ, അങ്ങേരെ നമുക്കൊന്ന് കാണണം. എന്തിനാ മോളെ? ഒരാവശ്യമുണ്ട്, പറയാം. നമുക്കുടനെ അയാളെ കാണണം, ഉടനെ തന്നെ. ശരി, പോകാം. അപ്പാപ്പൻ അയാളെ കണ്ടൊന്ന് വിളിച്ചോണ്ട് വാ. അയാളെങ്ങനെ കുടിയനാണോ? ആണോന്ന് സന്ധ്യയായ ഷാപ്പിൽ നോക്കിയാൽ മതി. എന്നാൽ അതിനുള്ളതും വാങ്ങണം. കള്ളൊന്നും വേണ്ട, വേറെ നല്ലത് വാങ്ങിക്കോളൂ. അതിന് വേണ്ടുന്ന മറ്റു സാധനങ്ങളും. ഐവി 100ൻ്റെ നോട്ടുകൾ തന്നെ വീണ്ടും തോമസിനെ ഏൽപ്പിച്ചു. ത്രേസ്യാമ്മയ്ക്ക് ഉത്സാഹമായി. കോഴിയെ പിടിച്ചു കൊന്ന് നിമിഷം കൊണ്ട് കറിയുണ്ടാക്കി. ഐവിയെ സൽക്കരിക്കാനായിരുന്നു ധൃതി. എങ്ങനെയും കുറച്ച് കാശുകൂടെ കിട്ടിയാൽ ഈ പുരയുടെ മേൽവശം ഒന്ന് മെനയാക്കായിരുന്നു. അതാണ് ത്രേസ്യാമ്മയുടെ ചിന്ത. 1 മണിക്കൂറിനുള്ളിൽ കപ്പ്യാര് കുര്യച്ചനെ പിടിച്ച പിടിയാലെ തോമസ് കൊണ്ടുവന്നു. ഇതാണ് എൻ്റെ ഐവി മോള്, തോമസ് പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് കാണാതായ ചെറിയാഞ്ചേട്ടൻ്റെ മോള്. ഐവിയുടെ വേഷപ്രൗഢി കപ്പ്യാര് കുര്യച്ചനിൽ ബഹുമാനമുണ്ടാക്കി. കൈകൂപ്പി തൊഴുകയും ചെയ്തു. കുളത്തിങ്കലെ അദ്ദേഹം മോളെയും കൊണ്ട് പോകുന്നതിന് മുൻപൊക്കെ പള്ളി വരുമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഇന്നലെ കഴിഞ്ഞ പോലെ. കാലം പോണ പോക്കേ, എത്ര പെട്ടെന്ന്. 10-18 വർഷം പോയി. ആട്ടെ, അപ്പനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലേ? ചെറിയാനെക്കുറിച്ച്? ഇല്ല. ഐവി മുഖമിളക്കി കണ്ണ് കാട്ടി. തോമസ് ജാഗ്രത പൂണ്ടു. കുര്യച്ചനെ വേണ്ട വിധം സൽക്കരിച്ചു. തോമസും കൂടി. കുപ്പി പകുതിയാക്കും മുമ്പ് ഐവി തൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. സംസാരമധ്യത്തിൽ എന്നോണം അവൾ പറഞ്ഞു, ഞാൻ കപ്പ്യാരി ചേട്ടനെ വിളിപ്പിച്ചത് ഒരു കാര്യം ചോദിക്കാനാണ്. ആ ശവപ്പറമ്പിൽ കുറേ സ്ഥലം വേണം, നല്ല കണ്ണായ സ്ഥലം. ചോദിക്കുന്ന വില പള്ളിക്ക് കൊടുക്കാം. കപ്പ്യാരും തോമസും അമ്പരന്നു. ശവപ്പറമ്പിൽ സ്ഥലമോ?
ഒരു കുടുംബക്കല്ലറ പണിയാനാണ്. ഐവി പറഞ്ഞു. കുളത്തിങ്കൽക്കാർക്ക് കുടുംബക്കല്ലറ ഉണ്ടല്ലോ മോളെ. ആ പറമ്പിലെ കണ്ണായ സ്ഥലം തന്നെ വാങ്ങി അവർ കല്ലറ തീർത്തിരിക്കുമല്ലയോ. പിന്നെ ഇനി എന്തിനാ കല്ലറ? അതിപ്പം മൊത്തം കുടുംബക്കല്ലറയല്ലേ. ഇത് പപ്പായ്ക്കും അമ്മയ്ക്കും എനിക്കും തലമുറയായിട്ട്, ഐവി വിശദീകരിച്ചു. അല്ല മോളെ, അതും ഉണ്ടല്ലോ. കുളത്തിങ്കിലെ ജോൺ അദ്ദേഹത്തിനുള്ളതാ ആ കല്ലറ. പിന്നെന്തിനാ ഇനിയും? കപ്പ്യാര് തറപ്പിച്ചു പറഞ്ഞു. പപ്പായ്ക്ക് കല്ലറിയോ? ഐവി ചോദിച്ചു. തന്നെ കുളത്തിങ്കൽക്കാർക്ക് 4 കല്ലറിയേ ആകെയുള്ളത് കുഞ്ഞെ. ഈപ്പച്ച മുതലാളി ജോൺ അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ അപ്പനാ. അദ്ദേഹത്തിന് മാത്രമായിട്ട് ഒരു കല്ലറ. അത് മാർബിളൊക്കെ പതിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. 10-20 വർഷം മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. കെട്ടിയോൾക്കും ഒരു കല്ലറ. 2 മക്കളാ ഉണ്ടായേ. 2 ആൺമക്കൾ, കുട്ടിയച്ഛനും ജോസും. പിന്നത്തെ 2 കല്ലറകളിലൊന്ന് കുട്ടിയച്ഛനും തലമുറയ്ക്കും, ഒന്ന് ജോസിനും തലമുറയ്ക്കും. കുട്ടിയച്ഛനും കെട്ടിയോളും ചത്തു, ജോസും കെട്ടിയോളും ചത്തു. പക്ഷേങ്കിൽ കുട്ടിയച്ഛനെയും കെട്ടിയോളെ മാത്രമേ കല്ലറയിൽ അടയ്ക്കുള്ളൂ. അതെന്താ? ജോസും കെട്ടിയോളും വിമാനം കത്തിയിട്ടല്ലേ ചത്തത്. ജോൺ അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും കരി പോലെ ഏതാണ്ട് വിമാനത്തിനടുത്ത് കിടന്നു. ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലല്ലോ. കഷ്ടം തന്നെ. ജോണദ്യം അന്ന് കെട്ടിയിട്ടില്ല. അദ്ദേഹം ഒറ്റ മകനാ ആകെ. അദ്ദേഹം ചത്തിട്ടുമില്ല. പിന്നെ കല്ലറയ്ക്കകത്ത് ആരെ ഇടാൻ? അദ്ദേഹം ഇപ്പോൾ ഇവിടേക്കെങ്ങും വരാറുമില്ല. തറവാട്ടിലിപ്പോൾ ജേക്കബദ്യോ മക്കളും അല്ലയോ താമസം. അതാരാ? കുട്ടിച്ചൻ്റെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ. മോൾ അവിടെ വന്നിട്ടില്ല അല്ലേ? ഇല്ല. ഇന്നാളാ ടെസ്സിക്കൊച്ച് മരിച്ചത്. ടോമിച്ചൻ്റെ മൂത്ത മോള്. ജേക്കബദ്യത്തിൻ്റെ 2ാമത്തെ മോനാ ടോമിച്ചൻ. 2 മക്കളേ ഉള്ളൂ. മൂത്ത കൊച്ച് സൂര്യൻ ഉദിച്ചതുപോലെ ക്യാൻസർ ആയിരുന്നു. പെട്ടെന്നായിരുന്നു മരണം. ഈ നാട് മുഴുവൻ കരഞ്ഞു. അത്ര മിടുക്കി കൊച്ച്. 2 വർഷമേ ആയുള്ളൂ. അന്ന് ജോണദ്യം റീത്താമ്മയും വന്നായിരുന്നല്ലോ. മകളെ കൊണ്ടുവന്നില്ല മനഃപൂർവ്വം. ഈ മരണം പോലും താൻ അറിഞ്ഞില്ല. ഐവി ഓർത്തു. താൻ കേൾക്കെ പറഞ്ഞതുമില്ല. അത് ശരി. അപ്പോൾ കുട്ടിയച്ഛൻ്റെ കല്ലറയിൽ ഇപ്പോൾ ആ ഡെഡ് ബോഡിയും കൂടിയുണ്ട് അല്ലേ? അവൾ ചോദിച്ചു. മൊത്തം 3 പേരുടേത്. അതെല്ലാം കൂടെ കിടക്കൂല കുട്ടി. അതുമാത്രമേ ഉള്ളൂ. കുര്യച്ചൻ ഉറക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടിയച്ഛൻ്റെ ഭാര്യയുടെയോ? അതും അസ്ഥിയായി പോയില്ലയോ? അതൊക്കെ വാരി അസ്ഥിക്കുഴിയിൽ ഇട്ടിട്ടല്ലേ അടുത്തയാളെ സംസ്കരിക്കുന്നേ? കുര്യച്ചൻ തുടർന്നു. കുട്ടിയച്ഛൻ്റെ അസ്ഥി ആദ്യം വാരിയിട്ടാ പിന്നെ ശോശാമ്മച്ചിയുടേത് അടക്കിയത്. ടെസ്സിക്കൊച്ചിനെ അടക്കാൻ നേരമല്ലേ ശോശാമ്മച്ചിയുടെ അസ്ഥി വാരിയത്. ഞാനും ഉണ്ടായിരുന്നു എല്ലാറ്റിനും അടുത്ത്. കൊച്ചിനൊന്നും അറിയത്തില്ല അല്ലേ? ഐവിയുടെ നെറ്റിയിൽ ചുളിവുകൾ, ചിന്തകൾ, കണക്കുകൂട്ടലുകൾ. ആദ്യത്തെ 2 കല്ലറയും ഒരു രാത്രി കൊണ്ട് തുറക്കാനോ മാർബിൾ പൊട്ടിക്കാനോ പറ്റില്ല തീർച്ച. പിന്നെയുള്ള 2-1 സ്വന്തം കല്ലറയ്ക്കുള്ളിലേ ഇടാൻ സാധ്യതയുള്ളൂ. അഥവാ അടുത്തതിലായിരുന്നെങ്കിൽ അത് തുറന്ന് അസ്ഥി മാറ്റിയപ്പോൾ കണ്ടുപിടിക്കുമായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായും സ്വന്തം താവഴിക്കുള്ള കുടുംബക്കല്ലറയിലേ ഇടാൻ സാധ്യതയുള്ളൂ. അത് ഇന്ന് വരെ തുറക്കേണ്ടതായി വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ലോകരുടെ അറിവിൽ അതിനകം ശൂന്യമാണിന്നും. എന്നാൽ അതിനുള്ളിൽ ഒരു അസ്ഥികൂടം ഉണ്ടെങ്കിലോ? എങ്കിലത് തൻ്റെ അപ്പൻ്റേതാണ് തീർച്ച. ഐവി ബ്രീഫ് കേസ് തുറന്ന് 100ൻ്റെ ഒരു കെട്ട് നോട്ട് കുര്യച്ചൻ്റെ മുമ്പിൽ വെച്ചു. കപ്പ്യാരി ചേട്ടാ, ഇന്ന് രാത്രി പപ്പായുടെ താഴ്വഴിക്കുള്ള ആ ഒഴിഞ്ഞ കല്ലറ തുറക്കണം. കുര്യച്ചൻ്റെ കണ്ണ് തള്ളി. തുറക്കണം ഇന്ന് രാത്രി തന്നെ. പറ്റുമോ? കുര്യച്ചൻ വിറച്ചുപോയി. കപ്പ്യാരി കുര്യച്ചൻ ഉള്ളിൽ കഴിച്ചതിൻ്റെ വീര്യമെല്ലാം നിമിഷം കൊണ്ട് ആവിയായിപ്പോയി. അത്രയ്ക്ക് വലിയ നടുക്കം. രാത്രിയിൽ കല്ലറ കുത്തി തുറക്കാൻ. എന്താണ് ഈ പെങ്കൊച്ച് പറയുന്നത്? പ്രാന്തോ? പണി പോകും. മാത്രമോ ലോക്കപ്പിൽ കിടന്ന വയസ്സുകാലത്ത് അഴി എണ്ണേണ്ടതായി വരും. എന്താ കപ്പ്യാരിയേട്ടന് ഭയമാണോ? അല്ല കൊച്ചേ, നടപ്പില്ല. ഈ കെട്ടിലുള്ളത് 10,000 രൂപയാണ്. കപ്പ്യാരി ചേട്ടൻ എത്ര നാൾ പാടുപെട്ടാൽ ഈ തുകയുണ്ടാക്കാം? ഐവി ചോദിച്ചു. ഒറ്റ ദിവസം. അത് 1 മണിക്കൂർ പോലും തികച്ചു വേണ്ട ആ പണി. 10,000 രൂപ പ്രതിഫലം. ആലോചിച്ചിട്ട് പറയൂ. കപ്പ്യാര് വീണ്ടും മിഴിച്ചു നിന്നു. ഐവി, മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? തോമസും അന്താളിച്ച് നിൽക്കുകയാണ്. എന്താണിവൾ പറയുന്നതൊക്കെ? കല്ലറ തുറക്കാനോ? എന്തിന്? അപ്പാപ്പ, ഐവി പറഞ്ഞു. പപ്പയുടെ കുടുംബക്കല്ലറയല്ലേ? അതൊന്ന് തുറന്നു കാണണം. അത്യാവശ്യമാണ്. അത്യാവശ്യം എന്താന്ന് പറ. ഞാനൂടി അറിയട്ടെ. ഇത് മോള് വിചാരിക്കും പോലെയല്ല. ഗൗരവപ്പെട്ട കാര്യമാണ്. ലോക്കപ്പിലാകും. ആരെങ്കിലും അറിഞ്ഞാലോ പിടിച്ചാലോ ഉള്ള കാര്യമല്ലേ ഈ പറയുന്നത്. ആരും അറിഞ്ഞില്ലെങ്കിലോ പ്രശ്നമുണ്ടോ? ആരും അറിയില്ല. ആരും. കപ്പ്യാരി ചേട്ടനും അപ്പാപ്പനും ഞാനും മാത്രം. മോളെ, രാത്രിയിൽ ശവക്കോട്ടയിലോ? തോമസ് കണ്ണുമിഴിച്ചു. എന്താ വന്നാൽ ഭയം ഉണ്ടാവും എന്നാണോ? ഇല്ല, ഇക്കാര്യത്തിലില്ല. ഉണ്ടാവില്ല. പോരെ? തോമസിനും ഒന്നും മനസ്സിലായില്ല. കാര്യം എന്താന്ന് പറയൂ മോളെ. കാര്യം പറയാം. കല്ലറ തുറന്നു കഴിയുമ്പോൾ. തുറക്കാൻ തയ്യാറാണോ? പറയൂ. ആരും അറിയില്ലെന്ന്. രാത്രിയിൽ ആരാ ശവക്കോട്ടയിൽ എത്തി നോക്കാൻ വരിക? പോരാത്തതിന് ഇപ്പോൾ കറുത്ത പക്ഷവും. പറയൂ, 2 പേരും തയ്യാറാണോ അല്ലയോ?
തോമസും കപ്പ്യാരും പരസ്പരം നിസ്സഹായതയോടെ നോക്കി. വയ്യ എങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വിചാരിച്ചാൽ മറ്റാരെയെങ്കിലും കിട്ടാതിരിക്കില്ല. ഐവി തുറുപ്പിറക്കി. 10 മിഷ്യൻ, തയ്യൽക്കട, മുതലാളി ചമയൽ, മകൻ്റെ മാടക്കട. തോമസിൻ്റെ മന ഉലഞ്ഞാടി. 10,000-ൻ്റെ ആ നോട്ടുകെട്ടിൽ കുര്യച്ചൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു. ഐവിക്ക് മനസ്സിലായി രണ്ടും വീണെന്ന്. എങ്കിലും അവൾ ചോദിച്ചു, ഭയമല്ലേ? ഏയ് അതല്ല, വല്ലവരും കണ്ടുപിടിച്ചാലോ? ആര് കണ്ടുപിടിക്കാൻ? ധൈര്യം വേണം. അത്ര തന്നെ. ഐവി വാശി കയറ്റി. കപ്പ്യാരി ചേട്ടാ, തോമസ് വിളിച്ചു. എടാ തോമസേ, ആപ്പിലാവോ? കപ്പ്യാരി ചോദിച്ചു. ഓ, ആപ്പിലായി. ആരാ ഇപ്പോൾ ശവക്കോട്ടയ്ക്കകത്ത് കാത്തിരിക്കുന്നേ? നിങ്ങൾ ചെല്ലുന്നേ, അല്ലാണ്ട് പിന്നെ. അത്യാവശ്യമില്ലെങ്കിൽ മോൾ ആവശ്യപ്പെടുമോ? ത്രേസ്യാമ്മ പെട്ടെന്ന് ഇറങ്ങി വന്നു. അവർ അകത്തുനിന്ന് എല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. ഐവിയുടെ കയ്യിലുള്ള പണത്തിൽ കുറേ കൂടിയെങ്കിലും പിടിച്ചെടുക്കണമെന്ന് അവർക്ക് പ്ലാനുണ്ട്. അവളെ പ്രീതിപ്പെടുത്തിയാലല്ലേ അത് നടക്കൂ. ഇങ്ങനെയുണ്ടോ പേടിത്തൊണ്ടന്മാർ? അവരെ വാശി കയറ്റാനായി ത്രേസ്യാമ്മ ആയുധമെടുത്തു. പേടിയുണ്ടായിട്ടല്ലടി, ശവക്കല്ലറ പൊളിച്ചിട്ട് ലോക്കപ്പിൽ കിടക്കുന്നിടത്തോളം നാണക്കേട് വല്ലതും ഉണ്ടോടി? തോമസ് പറഞ്ഞു. എന്തായാലും ചേട്ടാ, അരക്കൈ നോക്കിയാലോ? അരസമ്മതം കുര്യച്ചൻ്റെ മുഖത്തും കണ്ടു. ഐവിക്ക് സന്തോഷമായി. 10,000 രൂപയുടെ കെട്ട് കുര്യച്ചൻ ആരും കാണാതെ മടിയിൽ തിരുകി. കള്ളനോട്ടൊന്നും അല്ലല്ലോ കൊച്ചേ, ഞാൻ പാവമാണേ? കുര്യച്ചൻ ചോദിച്ചു. ഐവി ചിരിച്ചു. ബാങ്കിൽ നിന്നും കിട്ടിയതാണ്. ബാങ്കിൻ്റെ റാപ്പർ അതിലുണ്ടല്ലോ. ഐവി ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. പപ്പായുടെ താവഴിക്കുള്ള ആ കല്ലറയ്ക്കുള്ളിൽ ഇതുവരെ ആരെയും അടക്കിയിട്ടില്ലല്ലോ. ഇല്ലെന്നുള്ളത് 100% ഉറപ്പാ, കുര്യച്ചൻ പറഞ്ഞു. പകൽ പോലെ സത്യം. ശരി, ഐവി തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു പറഞ്ഞു. കുര്യച്ചനും തോമസും മൂളിക്കേട്ടു, സമ്മതിച്ചു. പാതിരാത്രിക്ക് ശേഷമായിരിക്കണം കാര്യം നടത്തേണ്ടത്. പാരയോ തൂമ്പായോ അതുപോലെയുള്ള ആയുധങ്ങളോ കരുതുക. ഒച്ച കേൾപ്പിക്കാതെ കല്ലറയ്ക്ക് മുകളിലെ സ്ലാബ് മെല്ലെ ഇളക്കി പതിയെ നിരക്കി നീക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. കുര്യച്ചനും കരുതി. ഇത്രയും മാത്രം ചെയ്യുന്നതിന് രൂപ 10,000 കൂലി. അല്ല, ഇനിയൊന്ന് ലോക്കപ്പിൽ കിടന്നാലെന്താ? 10,000 നിസാരമാണോ? 5 കുര്യച്ചന് പെൺമക്കൾ. 3 കെട്ടിച്ചു. ഇനിയുമുണ്ട് 2 ഒന്നിൻ്റെ കാര്യം നോക്കാമല്ലോ. 10,000 ഉണ്ടെങ്കിൽ ലോക്കപ്പിൽ കിടന്നാലും നാണം കെട്ടാനും സാരമില്ല. 10,000 കളയാൻ പറ്റില്ല, കുര്യച്ചൻ തീരുമാനിച്ചു. തോമസും പിന്നോട്ടില്ല. കാരണം ഐവി പിണങ്ങി മറ്റാരെങ്കിലും ആശ്രയിക്കാൻ പാടില്ല. അവളുടെ എല്ലാ സന്തോഷവും ഇവിടെ തന്നെ കിട്ടണം. വലിയ പണക്കാരനല്ലയോ അവളെ വളർത്തുന്നത്. മനസ്സ് വെച്ചാൽ ഇനിയും ഗുണങ്ങളുണ്ടാകും. തീരുമാനം ഉറപ്പിച്ച മട്ടിൽ കുര്യച്ചനും തോമസും കൂടി കുപ്പി കാലിയാക്കി. രാത്രി ഐവി ഉറങ്ങാതെ കിടന്നു. കുര്യച്ചൻ 11 മണിക്കെത്തി. തോമസ് റെഡിയായിരുന്നു. ഉറങ്ങാതെ അവരിരുവരും ചർച്ച ചെയ്തു. ആവശ്യത്തിന് മദ്യം മോന്തി. പാതിരാത്രി കഴിഞ്ഞതോടെ മൂവരും റെഡിയായി ഇറങ്ങി. 5 ബാറ്ററി ഇടുന്ന ഒരു വലിയ ടോർച്ച് ഐവിയുടെ കൈവശമുണ്ട്. മറ്റായുധങ്ങൾ അവരിരുവരും കൂടി എടുത്ത് പതിയെ നടന്നു. പഞ്ചായത്ത് റോഡാണ്. 10 മണിക്ക് ശേഷം അവിചാരിതമായി വല്ല വണ്ടിയും വന്നാലേയുള്ളൂ. അല്ലെങ്കിൽ പരിപൂർണ നിശബ്ദതയായിരിക്കും. കാൽനടക്കാർ ഇല്ല. വീടുകളും അങ്ങിങ്ങേ ഉള്ളൂ. മൂവരും പള്ളിപ്പറമ്പിലെ ശവക്കോട്ടയിലെത്തി. കപ്പ്യാർ വഴി കാട്ടി. പള്ളിപ്പറമ്പിൻ്റെ അതിർത്തിയിലെത്തിയാൽ നടയിറങ്ങി ശ്മശാനത്തിലെത്താം. ഗേറ്റ് കടക്കാതെ തന്നെ മൂവരും മെല്ലെ നടന്നു. എങ്ങും സർവത്ര നിശബ്ദത. ഒട്ടും ഭയപ്പെടാനില്ലെന്ന് അവർക്ക് തോന്നി. മൂവരും കുളത്തിങ്കൽക്കാരുടെ കല്ലറയ്ക്ക് മുൻപിലെത്തി. ടോർച്ച് തെളിച്ച് ഐവി ആ പേരുകൾ വീണ്ടും വായിച്ചു. കുളത്തിങ്കൽ ഈപ്പച്ചൻ, കുളത്തിങ്കൽ മറിയാമ്മ ഈപ്പച്ചൻ. അപ്പുറത്തെ 2 ശ്രദ്ധിച്ചു. മണ്ണും പായലും കൊണ്ട് നിറഞ്ഞവ. കുര്യച്ചൻ താഴെ ഇരുന്ന ആ കല്ലറയുടെ മുകളിലെ ഗ്ലാസിൻ്റെ ഒരരികിൽ കത്തികൊണ്ട് ചുരുണ്ടി. കൊച്ചേ, ഇത് വായിച്ചേ. ഐവി ടോർച്ചടിച്ച് വായിച്ചു. കുളത്തിങ്കൽ ജോസുകുട്ടി വക. ജോസുകുട്ടി, പപ്പായുടെ അപ്പൻ്റെ പേര്. ഇത് തന്നെ. ഐവി അപ്പുറത്തെ സ്ലാബിൻ്റെ വശവും ചുരുണ്ടി. കുളത്തിങ്കൽ കുര്യച്ചൻ വക. അക്ഷരങ്ങൾ തെളിഞ്ഞു. ജോസുകുട്ടി വക. അതിൻ്റെ സ്ലാബ് വേണം മാറ്റാൻ. ശബ്ദമുണ്ടാക്കാതെ അവൾ പതിയെ പറഞ്ഞു. തോമസും കുര്യച്ചനും കൂടി പരിശ്രമിച്ചു. പാരയും ചൂണ്ടനും ഒക്കെ കൊണ്ട് സ്ലാബിൻ്റെ വശത്ത് പതിയെ കൊത്തി കുറേശ്ശെ മാറ്റാൻ ശ്രമിച്ചു. ആദ്യം ഒന്ന് അനങ്ങി കിട്ടാൻ വല്ലാതെ പാടുപെട്ടു. ഐവി 4 പാട് ശ്രദ്ധിച്ചു നിന്നു. ഒരു നേരിയ ശബ്ദമെങ്കിലും എവിടെ നിന്നെങ്കിലും വരുന്നുവോ എന്നറിയാൻ. ഇല്ല, എങ്ങുമില്ല. അവളുടെ ഹൃദയം വല്ലാതെ പിടച്ചുകൊണ്ടിരുന്നു. ഈ കല്ലറകളിലാണോ? അതോ ശ്മശാനത്തിലെ ഏതെങ്കിലും ഒരു കല്ലറയ്ക്കുള്ളിലാണോ? എങ്കിലെങ്ങനെ കണ്ടുപിടിക്കാൻ? ഓ, അങ്ങനെ വരില്ല. അങ്ങനെ ഉപയോഗിക്കാൻ ഈ 18 വർഷത്തിനുള്ളിൽ ആ കല്ലറ ഉപയോഗിക്കാതെ വരുമോ? ഉപയോഗം കഴിഞ്ഞാൽ മുൻപത്തെ ആളിൻ്റെ അസ്ഥികൂടം നീക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കാം 2 പേരുടെ അവശിഷ്ടമുണ്ടെന്ന്. അങ്ങനെ ഒരു വിവരവും അറിഞ്ഞിട്ടില്ല, ഒരു പത്രത്തിലും അല്ലാതെയും. ഇനി ഇത് 18 വർഷമായി ഉപയോഗമുണ്ടാകാതിരുന്ന കല്ലറ തന്നെ ആണെങ്കിലോ? എങ്കിൽ കുഴഞ്ഞു. എല്ലാം പാഴിലാകും. എല്ലാം. 18 വർഷമായിട്ട് ഉപയോഗിക്കാത്ത ഒരു കല്ലറ ജോസുകുട്ടി വക അല്ലാതെ വേറെ ഏതെങ്കിലും ഈ ശ്മശാനത്തിലുണ്ടോ? ഉണ്ടാകാതിരിക്കട്ടെ. നോവൽ നാളെ വീണ്ടും തുടരും.